മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. ഇന്നത്തെ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യരായി നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ കുറ്റബോധം. പാപത്തിൽ വീണുപോകുന്ന മനുഷ്യൻ്റെ ബലഹീനത, ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ചുള്ള അനാവശ്യമായ കുറ്റബോധം, ദൈവശിക്ഷയെക്കുറിച്ചുള്ള ഭയം, ഇതെല്ലാം മനുഷ്യരെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ കഥാപാത്രമായ ജീൻ വാൾജീൻ ഒരു കുട്ടിയുടെ സ്വർണ്ണ നാണയം തട്ടിയെടുക്കുകയും പിന്നീട് കുറ്റബോധത്താൽ പള്ളി നടയിൽ കിടന്ന് ദീർഘസമയം കരയുകയും ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു. മാരകപാപം ചെയ്തവർ കണ്ണാടിയിൽ നോക്കുവാൻ ലജ്ജിക്കുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ ഭയന്ന് മാറിപ്പോകുന്നു. എവിടെയെങ്കിലും ഒളിച്ചു പോകണം എന്ന് ചിന്തിക്കുന്നു. പോലീസ് പിടിക്കും എന്ന് ഭയപ്പെടുന്നു. മറ്റുള്ളവരെല്ലാം അറിഞ്ഞതിൻ്റെ ആ വലിയ നാണക്കേട് അനുഭവിക്കുന്നു. ഭ്രാന്ത് പിടിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. ജീവിക്കാൻ അർഹതയില്ല എന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഓരോ പാപിയും കടന്നു പോകുന്നത്. എന്താണ് ഇതിനൊരു പ്രതിവിധി? പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക, പാപമോചനം പ്രാപിക്കുക. എന്നാൽ പോലും ഓർമ്മയുള്ള കാലത്തോളം ബോധവും പശ്ചാത്താപവും എല്ലാം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മൾ ആരോടാണോ തെറ്റ് ചെയ്തത് അവർ മരിച്ചാലും നമ്മുടെ പ്രശ്നം തീരുന്നില്ല. നമ്മളെ എപ്പോഴും കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പാപം ചെയ്ത് മാനസാന്തരപ്പെടുന്നതിനേക്കാൾ നല്ലത് പാപം ചെയ്യാതെ സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.